നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബീഫിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അതേപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബീഫ് ഡ്രൈ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് ആദ്യം തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ബീഫ് വേവിച്ചെടുക്കുന്നത്. ബീഫ് ഞാൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. 1 കിലോ ബീഫാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു 5 വിസിലാണ് വരെയാണ് അടിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ചിലപ്പോൾ ഓരോ ബീഫിനും വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങൾ വിസിൽ അടിക്കുന്നത് എന്തോരാണെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ അടിച്ചതിന് ശേഷം നിങ്ങൾ ഓഫ് ചെയ്തിടാം. അതിനുശേഷം ഒരു ഫുൾ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കുക, എന്നിട്ട് വെന്തുണ്ടോ എന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ എത്ര വിസിൽ അടിക്കണമെന്ന് കൺഫ്യൂഷനുള്ള ആൾക്കാരാണെങ്കിൽ തുറന്നിട്ട് വേവിച്ചാലും മതിയാകും. അപ്പൊ ഇത് നമുക്ക് അടച്ചിട്ട് നല്ല പോലെ ഇതങ്ങ് വേവിച്ചെടുക്കാം. അതിനുശേഷം ഫുൾ പ്രഷർ പോയതിനു ശേഷം നമുക്കിത് തുറക്കാം. ഇപ്പൊ നമ്മുടെ ബീഫ് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഫുൾ പ്രഷർ പോയതിന് ശേഷമാണ് ഇത് തുറന്നത്. അപ്പൊ നോക്കിയപ്പോൾ നല്ല പോലെ ബീഫ് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇനി വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ റോസ്റ്റ് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഓയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളിയാണ്. അപ്പൊ അത് 3 ഞാൻ ചതച്ചെടുത്തിരിക്കുന്നതാണ്. ചുവന്നുള്ളി ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ പീസ് ഇഞ്ചിയും ചതച്ചത് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ചതച്ചത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ളോളം പെരിഞ്ജീരകമാണ് അത് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ പെരിഞ്ജീരകം ഈ ഫസ്റ്റ് തന്നെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക്, നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റും അതേപോലെ ഒരു നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് പൊടിയേ ഉള്ളൂ എങ്കിൽ നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് പെരിഞ്ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നില്ല, ആദ്യം തന്നെ നമ്മൾ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇഞ്ചി ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി നല്ല പോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് ഞാൻ കാണിച്ചിരുന്നല്ലോ ചുവന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും, അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളിക്ക് പകരമായിട്ട് വേണമെങ്കിൽ സവാളയും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ വരുന്നത് നമ്മൾ ചുവന്നുള്ളി ഉപയോഗിച്ച് ഈ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ്. ഇനി ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്നുള്ളി നല്ല പോലെ നമ്മൾ വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ ചുവന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ വെളിച്ചെണ്ണയിൽ വാടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്നും മുരിഞ്ഞതുപോലെ തന്നെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പൊ അധികം കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം കേട്ടോ ഇത് നല്ലപോലെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം, മസാലപ്പൊടികൾ. അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം, അതല്ലെങ്കിൽ പൊടികൾ ഇടുന്ന വഴിക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവില് അളന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എല്ലാ മസാലപ്പൊടികളും. 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ അളവില് മുളക് പൊടി, അപ്പൊ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതേപോലെ 2 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദേ കണ്ടില്ലേ, ഈ 1 ടീസ്പൂണിലാണ് ഞാൻ മസാലപ്പൊടികളൊക്കെ അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരേക്കും നമുക്ക് ഇനി ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇത് നല്ല പോലെ മൂപ്പിച്ചെടുക്കാം. ഇപ്പതാ നമ്മുടെ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല പോലെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ബീഫ് നമ്മൾ
മൊത്തത്തെ പാടെ ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിൽ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ബീഫ് മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അരിപ്പ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നമ്മൾ ഊറ്റിയിട്ട് വേണം ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇനി ഇത് ഡ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ മൊത്തത്തിലുള്ള ബീഫ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കയ്യിൽ അളവിൽ നമ്മൾ വേവിച്ച ബീഫിന്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ ബീഫ് ഉമ്മയ്ക്ക് മസാല ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിത് നല്ലപോലെ ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇപ്പൊ ഇതേ കുറച്ച് വെള്ളമുള്ളൂ, ഒരുപാട് വെള്ളമായി പോകരുത്. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ മസാല ഒക്കെ ഒന്ന് നമ്മുടെ ബീഫിൽ ആദ്യം തന്നെ പിടിച്ചിട്ട് അത് നല്ലപോലെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് മസാലപ്പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ. അപ്പൊ ഇത് നമ്മൾ മസാലയായിട്ട് നല്ല പോലെ ഇത് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഇനി ഇത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ സമയം വെളിച്ചെണ്ണയുടെ കുറവ് തോന്നാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല പോലെ നമുക്കിനി ഇത് ഡ്രൈ ആക്കി എടുക്കാം. ബീഫിലുള്ള വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബീഫുമ്മയ്ക്ക് മസാലയൊക്കെ നല്ല പോലെ പുരണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പൊ അതിനനുസരിച്ചും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പൊ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മസാലപ്പൊടികളുടെ അളവൊക്കെ നിശ്ചയിക്കാം. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതിങ്ങ് ഡ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഇത്രയും ഡ്രൈനെസ് മതിയെങ്കിൽ നിങ്ങൾ ഈ സമയം ഓഫ് ചെയ്യാം. അതെല്ലാം കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി നേരം ഇട്ട് കുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് മൂപ്പിച്ചില്ലേ, ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ബീഫൊക്കെ ഇട്ട് ചെയ്താലും മതിയാകും. അപ്പൊ ഞാൻ ഇത് നല്ല പോലെ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കട്ടെ. ഇപ്പൊ നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് നല്ല പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.